കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മമാർ സമൂഹത്തിനെന്നും മാതൃകയാണ്. കായികാധ്വാനം വേണ്ടുന്ന തൊഴിലുകളിൽ മാത്രമല്ല, മനക്കരുത്തേറെ വേണ്ടുന്ന ഇടങ്ങളിലും വളയിട്ട കൈകൾ ശോഭിക്കുന്നു. തൃക്കാക്കര പൊതു ശ്മശാനത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള സെലീനയുടെ ജീവിതകഥയെക്കുറിച്ചാണ് ഇനി. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടൊന്നും സെലീന മൈക്കിളിനെ തളർത്തില്ല. എരിയുന്ന ശവച്ചൂളയ്ക്കുള്ളിൽ പണിയെടുക്കുന്ന പെണ്ണിനെന്ത് വേനൽ ചൂട്. ഇത് സെലീന മൈക്കിൾ, തൃക്കാക്കര നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനത്തിന്റെ നടത്തിപ്പുകാരി. ചേതനയേറ്റ മനുഷ്യ ശരീരം ഓരോന്നും സ്വന്തം കൈകളിൽ ഏറ്റുവാങ്ങി ഒടുവിൽ ഉറ്റവർ വീടണഞ്ഞാലും അവസാന മാംസപേശിയും എരിഞ്ഞടങ്ങും വരെ കാവലിരിക്കുന്നവൾ. സെലീന മൃതശരീരങ്ങൾ ദഹിപ്പിക്കാൻ തുടങ്ങിയിട്ട് 17 വർഷത്തോളമായി. പേടിയുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് വിശപ്പിന്റെ വിളിയോളം വരില്ലല്ലോ എന്ന് സെലീനയുടെ മറുചോദ്യം. ജീവിതം വലിയ പേടിയും കഴിഞ്ഞാണ് ഇതില്. പിന്നെ ഇനി എന്ത് പേടിക്കാനാണ്? അന്നത്തെ പൈസയുടെ ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം കഴിഞ്ഞ് എൻ്റെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, രണ്ടാമത്തെ മകൾ പഠിക്കുന്ന ആ സമയത്തായിരുന്നു. അപ്പം എനിക്ക് കടബാധ്യതകൾ ഒരുപാടുണ്ടായി. ആ സമയത്ത് ഞാൻ പണി മേക്കാട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ചേട്ടൻ വഴിയാണ് ഇവിടെ ഞാൻ വന്നത്. ആ ചേട്ടനോട് ഞാൻ അങ്ങാട് പറയണേതാ, എനിക്ക് പൈസ തരുമെങ്കിൽ ഞാൻ ചെയ്യാം. റെസ്റ്റ് ഒന്നും ഇല്ല അന്നത്തെ സമയത്തൊന്നും. എനിക്ക് ഒരു 2-3 കൊല്ലം എനിക്ക് റെസ്റ്റ് ഉണ്ടായിട്ടില്ല. കുഞ്ഞുമക്കളുടെ ചേതനയേറ്റ ശരീരം എത്തുമ്പോൾ 2 പെൺകുട്ടികളുടെ അമ്മ കൂടിയായ ഈ പോരാളിയുടെ മനസ്സൊന്ന് പിടയും. ചില കുഞ്ഞുങ്ങളുടെയൊക്കെ ബോഡിയൊക്കെ വരുമ്പോൾ എല്ലാവരും കരച്ചിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കരയാൻ തോന്നില്ല, പക്ഷെ മനസ്സിന് വിങ്ങലുണ്ടാവും. നമുക്ക് കരഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം മനസ്സിന് വിഷമമുണ്ടാവും. എരിഞ്ഞടങ്ങുന്ന മനുഷ്യ ശരീരത്തിന് കാവലിരിക്കുന്ന ഈ അമ്മ തന്റെ 62-ാം വയസ്സിലും അധ്വാനത്തിന്റെ വില പുതുതലമുറയ്ക്ക് കാട്ടിത്തരുന്നു. ഇതല്ലെങ്കിൽ നമ്മൾ ജോലിക്കും വീട്ടിൽ വെറുതെ ഒന്നും ഇരിക്കൂല. ഇത് നമുക്ക് മുനിസിപ്പാലിറ്റി തന്നിടത്തോളം കാലം ഞാൻ ഇഷ്ടം. ജനം, കൊച്ചി.